കൊടുങ്ങല്ലൂരിൽ അവർ 922 സ്കൂൾ തുടങ്ങി. സുന്നികൾ എന്ന സ്കൂൾ തുടങ്ങി? സുന്നികൾ മദ്രസ തുടങ്ങിയത് 52-ലാണ്. 22-ൽ അവർക്ക് സ്കൂളുണ്ട് എന്ന് മാത്രമല്ല, സ്കൂളിൽ പോകാത്തവരെ അവരുടെ മാനുവൽ ബഹിഷ്കരിച്ചു. സ്കൂളിലേക്ക് കുട്ടികളെ അയക്കൂലെങ്കിൽ ബഹിഷ്കരിക്കും, മാനുവൽ ഒന്നും ചെയ്തു കൊടുക്കൂല. കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നില്ല. ഇ കെ മൗലവിയും സംഘം കൊടുങ്ങല്ലൂർ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സമാനമായി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും ഐക്യസംഘത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന ഷെറൂൽ സാഹിബ് കാസർഗോഡ് ഉൾപ്പെടുന്ന തെക്കൻ കാനറ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അതായത് ഐക്യസംഘത്തിന് ആളുകൾ കൊടുങ്ങല്ലൂരും പ്രവർത്തിച്ചു. എവിടെ വരെ പ്രവർത്തിച്ചു? കാസർഗോഡ് വരെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നല്ലതല്ലേ? ദേശീയ സമര സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നു. ദേശീയ സമര പ്രസ്ഥാനത്തിലും ഷെരൂൽ സാഹിബ് സജീവമായിരുന്നു. ഇ കെ മൗലവിയുമായി ശക്തവും നിരന്തരവുമായ ബന്ധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇ കെ മൗലവിക്ക് പുറമെ കെ പി കേശവ മേനോൻ, കെ മാധവൻ നായർ, യു ഗോപാല മേനോന്, അമ്പലക്കാട്ട് കരുണാകര മേനോന്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കട്ടിലശ്ശേരി മുഹമ്മദ് കുട്ടി മൗലവി, കെ എം മൗലവി എന്നിവരുമായി ഷെരൂൽ സാഹിബ് നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പണക്കാരനാണ്, കാസർകോട്ടുകാരനാണ്. അവിടെ സ്കൂളുകളൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹം 922-കളിൽ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിലപ്പെട്ട സംഭാവനകളും ഷെറൂൽ സാഹിബ് നൽകുമായിരുന്നു. ദേശീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മാതൃഭൂമി ദിനപത്രത്തിന്റെ അക്കാലത്തെ സാരഥികളെയെല്ലാം നേരിൽ പോയി കണ്ട് പരിചയപ്പെടുകയും അവരുടെ ആശയങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്ന ദേശസ്നേഹി കൂടിയായിരുന്നു ഷെറൂൽ സാഹിബ്. ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി കത്തിടപാടുകൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. നല്ലതോ ചീത്തയോ? പറ, നല്ലതോ ചീത്തയോ? നല്ലത്. മുസ്ലിം സമുദായ പരിഷ്കരണ പ്രസ്ഥാനമായ കേരള മുസ്ലിം ഐക്യസംഘം കൊടുങ്ങല്ലൂരിൽ പിറന്ന കാലം 23 മുതൽ അതിന്റെ നേതാവായിരുന്ന ഷെറൂൽ സാഹിബ് ഇ കെ മൗലവി ആണെന്ന് ഇ കെ മൗലവി എഴുതിയിട്ടുണ്ട്. കുട്ടികളെ നീ കേട്ടോളൂ, 922 മുതൽ കൊടുങ്ങല്ലൂരിൽ സ്കൂളുണ്ട്. ആർക്ക്? കേരളത്തിലെ ആദ്യത്തെ വഹാബി പ്രസ്ഥാനത്തിന് സ്കൂളുണ്ട്. എന്താ നിങ്ങൾ വക വെച്ചു കൊടുക്കണേ? നേര് വക വെച്ച് കൊടുക്ക്. ഉണ്ട്. സമകാലിക മലയാളത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരാം. 2022 30കളിൽ തന്നെ നടക്കുന്ന മറ്റൊരു മാറ്റമാണ് ഓത്തുപള്ളികളെയും മദ്രസകളുമായുള്ള പരിണാമം. അതും നവോത്ഥാനവാദികളുടെ സ്വാധീനത്തിൽ തിടം വെച്ചതാണ്. 30കളിൽ അവർക്ക് മദ്രസ, നമുക്ക് മദ്രസ 52. നമ്മളെ മദ്രസ തുടങ്ങുന്ന 52. കേരളം മുഴുവൻ ഉള്ള നമ്മക്ക് 52-ൽ ആകെയുള്ളത് 10 മദ്രസ. അവർക്ക് മദ്രസ 30കളിൽ തുടങ്ങി, നേരത്തെ തന്നെ പോയി. അവർക്ക് ലക്ഷ്യം ഉണ്ടായിരുന്നു, നല്ലോണം മനസ്സിലാക്കണം. ഓത്തുപള്ളികളുടെ പഠനങ്ങളെയും പ്രവർത്തികളെയും കാലാരണപ്പെട്ടതായും സംസ്കാരമില്ലാത്തതായും ചിത്രീകരിക്കാൻ കഴിഞ്ഞതുവഴി അതിനു പകരം പുതിയ ഒരു സ്ഥാപനം വളർത്തിയെടുക്കാൻ നവോത്ഥാന പ്രസ്ഥാനക്കാർക്ക് കഴിഞ്ഞു. 1937 ആയപ്പോഴേക്കും തിരുരങ്ങാടിയിലെ നൂറുൽ ഇസ്ലാം മദ്രസ ഇവരുടെ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കീഴിൽ വന്നു. 1937 തിരുരങ്ങാടിയിൽ 1937 നമ്മൾ ആദ്യത്തെ മദ്രസ എന്നാ സംഘടന നടത്തുന്ന ആദ്യത്തെ മദ്രസ 1952 തിരുരങ്ങാടിയിൽ നൂറുൽ ഇസ്ലാം മദ്രസ പോലെ സ്ഥാപനങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വന്നു. 1947 ആയപ്പോഴേക്കിന് അറബിക് കോളേജ് ഉണ്ടായി. നമ്മൾ ആദ്യത്തെ അറബിക് കോളേജ് ഏതാ? സംഘടനയ്ക്ക് കീഴിൽ ആദ്യത്തെ അറബിക് കോളേജ് എന്താ? 1963 ഇവര് അറബിക് കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് 1924. നമ്മൾ തീരുമാനിക്കുന്നത് 1963. വലിയ വ്യത്യാസ. നമ്മൾ തീരുമാനിക്കുന്നത് 1963. നമ്മളെ സംഘടനയ്ക്ക് കീഴിൽ വന്ന ആദ്യത്തെ അറബിക് കോളേജ് ഏതാ? പട്ടിക്കാട് ജാമിഅ നൂരിയ. ഇവര് 1924 ഐക്യസംഘത്തിന്റെ 2ാം സമ്മേളനത്തിൽ 2ാം വാർഷിക സമ്മേളനത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം? അറബിക് കോളേജ് വേണം. പണ്ഡിത സംഘടന വന്നു വേണം. 1940കളുടെ 2ാം പടിയിൽ സെലഫി മദ്രസ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തു. 1940കളുടെ 2ാം പകുതിയിൽ, അതായത് 45ഓട് കൂടി മദ്രസ പാഠപുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്തു. ആര്? വഹാബികള്. നമ്മളെ പാഠപുസ്തകം എന്ന് പറയുന്നത് 1952. യത്തീംഖാന കേരള ചരിത്രത്തിലെ മുസ്ലിം സംഘടനകൾക്ക് കീഴിലുള്ള ആദ്യത്തെ യത്തീംഖാന തിരുരങ്ങാടി യത്തീംഖാന 1943. എല്ലാവരും കണ്ടൊക്കെ ആദ്യം നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ പിന്നാലെ ഓടിയതാണ്. 1943 കേരളത്തിലുടനീളം
വലിയ തോതിൽ കോളറ പടർന്നു പിടിച്ചു, ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു, ഭയാനകമായ സാഹചര്യമുണ്ടായി. അന്ധവിശ്വാസം ഒഴുകിയിരുന്ന ഉൾനാടുകൾ കോളറ അതിഭീകരമായിരുന്നു. ആയിരക്കണക്കിന് ആൾ മരണപ്പെട്ടവർ, നിരവധി കുഞ്ഞുങ്ങൾ അനാഥരായി. അനാഥ മക്കളെ സംരക്ഷിക്കുക എന്നത് സമൂഹത്തിനു മുമ്പിൽ വമ്പിച്ച ബാധ്യതയായി മാറി. ഈ സന്ദർഭത്തിൽ അനാഥ സംരക്ഷണത്തിന് ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഇ.കെ. മൗലവി കഴിഞ്ഞു. ഇ.കെ. മൗലവി ആരാ? വഹാബികളുടെ ജമിയത്തുൽ ഉലമയായ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്. അദ്ദേഹമാണ് ഇവിടെ ആദ്യമായി എന്തുകൊണ്ടുവന്ന് ആദ്യത്തെ എത്തിങ്കാന കൊണ്ടുവന്നു. തിരുവങ്ങാടിയിൽ എത്തിങ്കാന സ്ഥാപിക്കുന്നതിന് അദ്ദേഹം എം.കെ. മൗലവി, എം.കെ. ആജീവ് എന്നിവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. അനാഥ മക്കളെ സംരക്ഷിക്കുക എന്ന സമൂഹത്തിന്റെ ബാധ്യതയാക്കേണ്ട ഇ.കെ. മൗലവി തിരുവങ്ങാടി എത്തിങ്കാന സ്ഥാപിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ പണ്ഡിത സഭയായ കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ഹനീഫ് കായക്കൂടിയാണ് എനിക്കൊപ്പം. നമസ്കാരം. ഇപ്പോൾ കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷം തികയാണ്. അപ്പോൾ കേരളത്തിലെ മുജാഹിദുകളെ വഹാബികളെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളെന്നും സലഫികളെന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ മുജാഹിദ് വിഭാഗത്തെ വിളിക്കാൻ ഇതിൽ ഏത് പേരായിരിക്കും വളരെ ആപ്റ്റായ ഒരു പേര് പറയുന്നത്? ഓരോ പേരും ഓരോ സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാഹി എന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം എന്നറിയപ്പെടാനുള്ള ഒരു കാരണം അതുകൂടിയാണ്. ഇവിടെ മുജാഹിദുകൾ നടത്തിയ നവോത്ഥാന പ്രവർത്തനം നമുക്കറിയാം. 1920 മുതലാണ് ഈ ഒരു സംഘടിതമായ നവോത്ഥാന പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത്. ആ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഒരു പേര് മുജാഹിദ് പ്രസ്ഥാനത്തെ നമ്മൾ വിളിക്കുന്നത്. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വിവാദമാണല്ലോ, CM മടവൂര് ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരികയാണ്. എന്നാൽ അത് പറയാൻ പാടില്ല എന്ന് സുന്നികളുടെ ഒരു വിഭാഗത്തിന് തന്നെ പറയേണ്ടി വന്നല്ലോ. അപ്പം പച്ചയായ ഈ ബഹുദൈവ വിശ്വാസം, അതായത് ലോകം നിയന്ത്രിക്കുന്നത് ഈ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചുപോയ രഞ്ജിത്തിന്റെ എന്റെയൊക്കെ പ്രായമുള്ള സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഒരു 30 കൊല്ലം ആയിട്ടുള്ള അദ്ദേഹം മരണപ്പെട്ടിട്ട്. അപ്പോൾ ആ സമയത്ത് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞാൽ, ഇസ്ലാമിനെ പറ്റി പ്രാഥമിക ധാരണയുള്ള ഒരാൾക്ക് അത് അംഗീകരിക്കാൻ കഴിയും? തൗഹീദുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനത തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ ശവകുടീരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അവിടെ പോയി പ്രാർത്ഥന നടത്തുകയും അവിടത്തേക്ക് നേർച്ചയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ പുതിയ അനാചാരങ്ങളും അതേപോലെ ആത്മീയ ചൂഷണത്തിന്റെ പുതിയ വഴികളും, മുടി വളർന്നുകൊണ്ട്, ഇതൊന്നും ഇപ്പോൾ മുജാഹിദുകൾ പറയേണ്ടതില്ല. കാരണം മുടി വളരുന്നു എന്ന് കാന്തപുരം പറയുമ്പോൾ അത് വളരുന്നില്ല എന്ന് പറയുന്നത് ആര് തന്നെയാണ്? സുന്നികൾ തന്നെയാണ്. അതായത് മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ നവോത്ഥാന ആശയങ്ങൾ പക്ക പിൻപറ്റിയില്ലെങ്കിലും അതിന്റെ ഒരു സ്വാധീനം ഇപ്പോൾ സുന്നികളിൽ അത് തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 1930 സമസ്ത സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീകൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസ്സാക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പ്രസംഗം, ഒരു പണ്ഡിത സഭ യോഗം ചേർന്ന് പ്രമേയം പാസ്സാക്കുകയാണ്. പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല, അത് ശറയിൽ മക്രൂഹായതാണ്, വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കുകയാണ്. ഇന്നേ വരെ സമസ്ത, ഇപ്പോൾ 1930 കഴിഞ്ഞിട്ട് ഇത്രയും കാലമായല്ലോ, സമസ്ത ചേർന്നിട്ട് എന്ത് പറഞ്ഞിട്ടില്ല? സ്ത്രീകൾ കയ്യെഴുത്ത് പഠിക്കണം എന്നൊരു തീരുമാനം, ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് പറയണ്ട. ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സമൂഹം എന്ത് ചെയ്തു? അത് ഏറ്റെടുത്തു. ആ സമൂഹത്തിന്റെ പിന്നാലെ സമസ്തക്ക് വരേണ്ടി വന്നു. സ്ത്രീ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് ശരിയെന്ന് സുന്നികൾ തീർച്ചയായും. എനിക്ക് നോക്കിക്കോളൂ, നിങ്ങൾ യാത്ര തുടങ്ങുന്ന ഒരു തുടക്കം, ഇവ ഒരു +2 ഒക്കെ നിങ്ങൾ പഠിക്കുന്ന കാലം, ഏതെങ്കിലും പള്ളികളുടെ മുമ്പിൽ നിങ്ങൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്നുള്ള ബോർഡ് കണ്ടിരുന്നോ? ഇപ്പോഴാണ് വരാൻ തുടങ്ങിയ ഒരു 10-15 കൊല്ലമായിട്ടുള്ളൂ. മുജാഹിദ് പള്ളികൾക്ക് മുമ്പിൽ സ്ത്രീകൾക്ക് സൗകര്യം എന്നുള്ള സ്ത്രീകൾ എന്നുള്ള ബോർഡ് ഉണ്ടാവും. പക്ഷെ സുന്നികളുടെ പള്ളിയുടെ മുമ്പിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്ന് പ്രത്യേകമായി ഒരു ബോർഡ് വെച്ച് അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സൗകര്യം, ഇങ്ങനെ പല വിഷയങ്ങളിലും. അതേപോലെ ഖുതുബ, മുജാഹിദ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു തർക്കമായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന, അത് മലയാളത്തിലാണോ അല്ലേ, അത് മലയാളത്തിൽ പാടില്ല എന്ന് പറഞ്ഞവർ പിന്നെ ഈ മിമ്പറിന്റെ മുകളിൽ നടത്താൻ പാടില്ല, അതിന്റെ താഴെ വെച്ച് എന്ത് ചെയ്യാം, എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്രസംഗം നടത്തി. അതിനെ അത് അധികവും തുടങ്ങിയത് ഇ.കെ. വിഭാഗത്തിന്റെ പള്ളിയിലായിരുന്നു. അപ്പൊ അതിന് AP വിഭാഗം അതിനെ ആക്ഷേപപൂർവ്വം പറഞ്ഞത് തറപ്രസംഗം, തറയിൽ വെച്ചാണ്, മിമ്പറിന്റെ പോലെ നടത്താൻ പാടില്ല, തറയിൽ വെച്ച് നടന്ന തറപ്രസംഗത്തിന്റെ ആളുകളായി. ഇങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ പരിശോധിച്ചാലും ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങി വെച്ച ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ സുന്നികളിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു എന്നത് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം.